പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രൂപേണമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധന. ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ശക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ രൂപം നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. പ്രിയമുള്ളവരെ, വളരെ ശക്തമായ ചില സാക്ഷ്യങ്ങൾ, മാതൃകാ സാക്ഷ്യങ്ങൾ, അനുഗ്രഹത്തിൻ്റെ മോഡൽ ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഉടമ്പടി അനുഗ്രഹത്തിൻ്റെ മോഡലായിട്ടുള്ള
ചില ഉടമ്പടി മാതൃകാ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ യൂട്യൂബിൽ എയർ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് അന്ന തോമസ് ആയാങ്കുടി. അപ്പോൾ അവരുടെ സാക്ഷ്യത്തിലുള്ള ഫീച്ചേഴ്സ്, സാക്ഷ്യത്തിൻ്റെ ഫീച്ചേഴ്സ് ഉടമ്പടി ധ്യാനത്തിൽ ആദ്യം പരിശോധിക്കുന്നത് ഫ്രൂട്ട് ഓഫ് ദി കവനൻ്റാണ്. ഈ ആഴ്ചത്തെ കവനൻ്റിൻ്റെ ഉടമ്പടിയുടെ ഫലങ്ങൾ, അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ പരിശോധിച്ചാൽ അതിൻ്റെ വചനത്തിൻ്റെ മോഡുലേഷൻസ്, അതിൻ്റെ ഫോർമുല നമ്മൾക്കത് ഇനാക്ട് ചെയ്താൽ നമ്മൾക്ക് ഓരോരുത്തർക്കും അത് എന്തുമാത്രം പ്രയോജനപ്പെടും. അങ്ങനെയുള്ളൊരു സാങ്കേതികമായ ഒരു കാഴ്ചപ്പാടാണ് ആദ്യം നമ്മൾ ഉടമ്പടി ധ്യാനത്തിൽ എടുക്കുന്നത്. അന്ന തോമസ് അയാങ്കുടി, ആ സഹോദരിയുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അത് പല വിഷയങ്ങളാണ്. അതായത് ലോണ്, അതുപോലെ കുറേ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത്, മകളുടെ ജോലി, ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഉടമ്പടി വിഷയങ്ങളുള്ളത്. ഉടമ്പടി വിഷയം അത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സ്വിറ്റ്സർലൻഡിലുള്ള ഇവരുടെ മകളുടെ ബ്രസ്റ്റിൽ ഒരു സിസ്റ്റ് രൂപപ്പെട്ട് വന്നു. അതോടെ അപ്പോൾ എടുത്താലും വരും, എടുത്തില്ലേലും വരും. അത് സ്വാഭാവികമായിട്ട് വന്നതാണ്, ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതല്ല. പക്ഷെ വന്നോടുകൂടി ഇവർ ഭയങ്കര, മകൾ വളരെ ഡിപ്രസ്ഡായിപ്പോയി. അപ്പോൾ ഈ ഡിപ്രഷൻ സിറ്റുവേഷനിൽ, കാര്യം അവൾ ചെറുപ്പമല്ലേ, പിന്നെ ഇതിങ്ങനെ അങ്ങനെ പിന്നെ പെട്ടെന്ന് മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞ്, ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ അന്ന തോമസ് മകൾക്ക്, അവർ നമുക്ക് സ്കൈപ്പിൽ മാത്രമേ നമുക്ക് മകളെ കാണാൻ പറ്റത്തുള്ളൂ, ഇവിടെ അടുത്തെങ്കിലും ഇല്ല. പക്ഷേ എങ്കിലും ഈ അടുത്തില്ലാത്ത വ്യക്തിയോട് വിശ്വാസത്തിൽ ഈ അന്ന തോമസ് ഇൻട്രാക്ട് ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും, മകളെ ഒരു പ്രശ്നവുമില്ല, നമ്മൾ ഉടമ്പടി എടുത്തതാണ്, അമ്മ നിൻ്റെ കൂടെ ഉണ്ടാകും, അമ്മ നിൻ്റെ കൂടെ ഉണ്ടാകും, അമ്മ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ അന്ന തോമസ് മകളോട് ഫോണിൽ പറയണത്. അതിനിപ്പോൾ മാമോഗ്രാം ചെയ്യാൻ പോയപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ ഒരു നീല ഇട്ടൊരു ഡ്രസ്സിട്ട ഒരു സഹോദരി ഇവളെ കാണാൻ വരും. ആ പ്രദേശത്തുള്ളതല്ല, ഇത് നമുക്ക് കണ്ടിട്ടില്ല, ഒരു ബന്ധവുമില്ല, ഒരു പരിചയമില്ല. ഇത് സഞ്ചാരി മാതാവാണ്. ഉടമ്പടി എടുക്കുന്ന എല്ലാവരെയും തന്നെ സഞ്ചാരി മാതാവിൻ്റെ സ്വപ്ന സന്ദർശനം എല്ലാ എല്ലാ ആഴ്ചയിലും ഒരെണ്ണമെങ്കിലും വെച്ചുണ്ടാവും. അപ്പോൾ ഈ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകിയ വെളിപാടാണ്. കാര്യം മകൾ അവിടെ കയ്യത്താക്കൂറ്റിൽ അങ്കലാപ്പോട് വേദനിക്കുകയാണ്. അത് കാര്യം അവൾക്ക് എങ്ങനെ ഈ ബ്രസ്റ്റ് എടുത്തു കളയാൻ പറഞ്ഞാൽ പിന്നെ വിവാഹത്തെ ബാധിക്കും, പിന്നെ അവളുടെ ആരോഗ്യത്തെ ബാധിക്കും, ജോലി ബാധിക്കും, തിരിച്ചു പോരേണ്ടി വരും, ജോലി ക്യാൻസലാവും, ജീവിതം മുഴുവൻ ഇരുട്ടിലാവും. അപ്പോൾ ഇങ്ങനെ എല്ലാം ചിന്തിച്ച് കാടുകയറി വേർത്ത് ബോധം കെട്ട് വെളിവില്ലാതെ ഇവൾ നടക്കുന്ന സമയത്ത് ഈ വെളിവില്ലാത്ത വ്യക്തിയോട് ഈ അമ്മ പറയുന്ന വാക്കുകൾ ഭയങ്കരമാണ്. എന്താ പറയണത്? നീ മേടിക്കേണ്ട മോളെ, അമ്മ നിന്നെ കാണാൻ വരും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രായമുള്ളവർ ചിലപ്പോൾ മക്കളോട് അവർ തൽക്കാല ആശ്വാസത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ വിശ്വാസത്തിൻ്റെ കാര്യം പറയണ പോലെ ചെറുപ്പക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഉടമ്പടി എടുക്കുന്നതോടുകൂടി നടക്കുന്ന സംഭവം എന്താ? അതായത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടേഴ്സ് മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു. മാമോഗ്രാം ചെയ്യാൻ വേണ്ടി ലാബിലേക്ക് പോകുന്ന സമയത്ത് ഈ അമ്മ പറഞ്ഞ ചേച്ചി വരും, സഹോദരി വരും, ഒരു നീല ഡ്രസ്സിൽ വരും. വന്നിട്ട് ഇവിടെ കയ്യെ കയറി പിടിക്കും. പകലാണ്, പട്ടാപ്പകൽ. നീ എന്തിനാ ഇവിടെ നിൽക്കണം? ഇവിടെ അല്ല നിൽക്കേണ്ടത്, ഞാൻ നിന്നെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്
ഈ അമ്മ ഈ മകളുടെ കയ്യെ പിടിച്ചുകൊണ്ട് വേറെ ഒരു ലാബിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഡോക്ടർമാർ പറഞ്ഞ് ഡോക്ടർമാരോട് അവിടെ ആ ലാബിൽ ഡോക്ടർമാരും നേഴ്സുമാരൊക്കെ ഇരിക്കുന്നുണ്ട്. അതിന് പറയും ഞാൻ പറഞ്ഞ പേഷ്യൻ്റ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാർക്ക് ഇവളെ പരിചയപ്പെടുത്തിയിട്ട് ഇവർ പോവും. പിന്നെ ഇവരെ കണ്ടിട്ടില്ല. ആ സാക്ഷ്യമുണ്ട്, നിങ്ങൾ നോക്കണം, നല്ലതായിരിക്കും. പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ എന്തിൻ്റെ സംഭവം പിടികിട്ടത്തില്ല. അതോടുകൂടി അവർ ടെസ്റ്റ് ചെയ്യും. അവർ ടെസ്റ്റ് ചെയ്ത് വെച്ചും അവർ പറയും ഇത് മാമോഗ്രാമിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. ഇത് സാധാരണ ഒരു സിസ്റ്റമാണ്. ഇപ്പം കൊഴുപ്പടിയണ പോലെയൊക്കെ സിസ്റ്റം ഉണ്ടല്ല. ഇത് സീരിയസ് ആണെങ്കിലും അമ്മ ഇത് കൊഴുപ്പടിയണതിരെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരും. അതാണല്ല അത് ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ടാണ് മാമോഗ്രാമിന് നിശ്ചയിച്ചത്. പക്ഷേ ഇവർക്ക് ഒരു ടെസ്റ്റ് നടത്തി വെച്ചും ഇത് വെറും കൊഴുപ്പാണെന്നുള്ളത് ആ രീതിയിൽ ഈ സാധനം ഇവളോട് പറഞ്ഞു കൊടുക്കും. മാമോഗ്രാമിൻ്റെ ആവശ്യമില്ലെന്ന് പറയും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിൽ നിന്ന് അയ്യാങ്കുടിയിൽ നിന്ന് ഇവളുടെ അമ്മ വിളിച്ച് മകളോട് പറയണം, മകളെ നിന്നെ കാണാൻ മാതാവ് വരും. ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാകത്തില്ല. അമ്മ പറയും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവളെ കൊണ്ടുപോകണത്. ഇതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ ഭയങ്കരമായ രീതിയിൽ. അപ്പോൾ എനിക്ക് സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് അറിയാം ഇത് കാര്യം. കാനഡയിൽ ഇതുപോലെ തന്നെ, കാനഡയിലല്ല, നമ്മളുടെ ഹ്യൂസ്റ്റണിൽ ഹോസ്പിറ്റലിൽ ഇതുപോലെ തന്നെ കോവിഡ് 7 കോവിഡ് രോഗികൾ മരിക്കണ ഒരു ദിവസം. 8ാമത്തെ കോവിഡ് രോഗി കോട്ടയത്തുകാരത്തിയാണ്. ആ ചേടുത്തിയെടുത്ത് അമ്മ ചെല്ലണ ഒരു ഭയങ്കര സാക്ഷ്യം 1.5 ലക്ഷം പേര് കണ്ട സാക്ഷ്യമുണ്ട്. അവർ മാത്രമേ സൗഖ്യപ്പെട്ടുള്ളൂ. അപ്പോൾ അമ്മയാണെന്ന് തിരിച്ചറിയണത് ആ യൂണിഫോമിൽ ആ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരാളില്ല. ആ യൂണിഫോം അല്ല അവർ ഉപയോഗിക്കണത്. പക്ഷേ കൃപാസനത്തിൻ്റെ പിക്ചർ ഭർത്താവ് ഉടമ്പടി ചെയ്ത കൃപാസനത്തെ മാതാവിനെ കാണിക്കുമ്പോൾ ഇവർ പൊളിക്കും. ഈ അമ്മയാണല്ലോ അവിടെ വാർഡിൽ വന്നതെന്ന് പറയും. അപ്പം ഇങ്ങനെ, അതായത് ഉടമ്പടിയിലുള്ള ഒരു വാഗ്ദാനമാണ്. നമ്മൾ എപ്പോഴും അച്ഛൻ പറയാറില്ലേ, എന്നോട് ഉടമ്പടി ചെയ്യുന്നവൻ്റെ കൂടെ ഞാൻ കൂടെ വരും എന്നുള്ളത്. അത് 33:14 പുറപ്പാട് ഉടമ്പടി ഫണ്ടമെൻ്റൽ വാഗ്ദാനമാണ്. ഉടമ്പടിയുടെ ഫണ്ടമെൻ്റൽ വാഗ്ദാനം. ചില ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് സെൻസാകും. ചില വായി നോക്കിയവർക്ക് ഒന്നും മനസ്സിലാകത്തില്ല. 3 പ്രാവശ്യം ഉടമ്പടി പുതുക്കിയാലും ഒരനുഭവം. ചില ആൾക്കാർക്ക്, എല്ലാവർക്കും എന്നല്ല, ചിലരുടെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് സംഭവം എന്നറിയാൻ പാടില്ലാതെ ഇങ്ങനെ ഒരു പകച്ചു നിൽക്കുന്ന ആൾക്കാരാണ് എന്താണെന്ന്. പക്ഷേ ചിലർക്ക് പെട്ടെന്ന് ക്യാച്ചാവും. കാര്യം അതായത് നമ്മൾക്ക് ഉള്ള വിശ്വാസത്തിൻ്റെ ഒരു കപ്പാസിറ്റി ഇല്ലേ, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് നമ്മൾക്കുള്ള വിശ്വാസത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയണത്, ഇപ്പോൾ ഈ ചേച്ചിയുടെ കാര്യം തന്നെ എടുക്കുക. ചേച്ചിക്ക് എന്നാ പറ്റുക? ചേച്ചിക്ക് പെട്ടെന്ന് സെൻസായി എന്താണ് ഈ വിഷയത്തിൻ്റെ പരിഹാരം. അമ്മ ന്യൂസിലൻഡ് അമ്മ ന്യൂസിലൻഡിലോട്ട് ചെല്ലുമെന്നും അമ്മ തന്നെ കൈക്ക് പിടിച്ച് ഇവിടെ മാമോഗ്രാമിന് കൊണ്ടുപോകുമെന്നും ഈ സ്വന്തം പേഷ്യൻറ്റിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നാണ് കിട്ടുന്നത്. ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നത് അത് അമ്മ കൊടുക്കുന്നതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ബിബ്ലിക്കലായിട്ടാണ് കൊടുക്കുന്നത്, അല്ലാതെ ഇതൊന്നും പുതിയ സംഭവങ്ങളല്ല. അതായത് ഞങ്ങൾ ആകട്ടെ ഇപ്പോൾ 1 കൊറിന്ത്യൻസിൻ്റെ 2:16 ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടപ്പോൾ, അതായത് ഈശോയുടെ മനസ്സ് എന്താണ് നമ്മളെക്കുറിച്ച് നടക്കണമെന്നുള്ളത് നമ്മൾക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ വിശ്വാസം കൊണ്ട് നടന്നിട്ട് എന്നാ കാര്യം ഇരിക്കണത്? ഓരോ മതങ്ങളിലും ഓരോരുത്തർ വിശ്വസിക്കുന്നത്. പക്ഷേ ക്രിസ്ത്യാനി ഇതിൻ്റെ അകത്തുള്ള കാമ്പ് മനസ്സിലാക്കണം.
തൊണ്ട് മാത്രം മനസ്സിലായിട്ട് കാര്യമില്ല. അതായത് എന്തുകൊണ്ട്, എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ മനസ്സ്. ഇപ്പം അമ്മ അവിടെ പോകുന്നതായിട്ട് പരിശുദ്ധാത്മാവ് ഇവരെ കാണിക്കും. എന്നിട്ട് ആ സെക്കൻഡ് ഇവളോട് പറയും, അമ്മ വരുന്നുണ്ട്, നിന്നെ കൊണ്ടുപോകാം മാമോഗ്രാമിലേക്ക്. ഇത് ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മൾ 1 കൊരിന്ത്യസിൻ്റെ 2:16 അനുസരിച്ച് നമ്മൾക്കറിയാൻ കഴിയണ എന്തുകൊണ്ടാണ്. അത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കർത്താവുമായി സംയോജിക്കുന്നവൻ, ഞാൻ ഇടയ്ക്ക് ദിവസങ്ങൾ പറയാറുണ്ട്, 1 കൊരിന്ത്യസ് 6:17 ഈ വചനമുള്ളത്. എന്താണ് വചനം? ആയിട്ട് പറഞ്ഞ്, കർത്താവുമായി സംയോജിക്കുന്നവൻ അവനോടുകൂടെ ഏകാത്മാവായി തീരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവോടുകൂടി നമ്മുടെ ആത്മാവിന് സംയോജിക്കാൻ പറ്റും. വിശ്വാസത്തിൻ്റെ ഒരു കപ്പാസിറ്റി അതാണ്. വിശ്വസിക്കുന്നവർ വിശ്വാസം വെറുതെ ഉണ്ടാകത്തില്ല, അതിൻ്റെ കൂടെ ഭയങ്കര ദൈവസ്നേഹം ഉണ്ടാവും. ദൈവസ്നേഹം ഉണ്ടാകുമ്പോൾ, ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം നമുക്കറിയാം. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 4:23, യോഹന്നാൻ 4:23 എന്താണ്? കർത്താവ് ആത്മാവാകുന്നു എന്നാണ്. ശരീരമില്ലല്ലോ കർത്താവിന്. കർത്താവ്, യോഹന്നാൻ 4:23, ദൈവം ആത്മാവാകുന്നു. അപ്പോൾ ആ ഒരു ബേസ്മെൻറ്റിൽ കർത്താവ് ആത്മാവാകുമ്പോൾ നമുക്ക് ഈ ശരീരം കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ദൈവമായിട്ട് യോജിക്കാൻ പറ്റുമോ? ഒരു മുതിരമായിട്ട് എങ്ങനെ യോജിക്കണത്? അതുകൊണ്ട് എന്നാ ചെയ്തിരിക്കണത്? നമ്മളുടെ വിശ്വാസം നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ തരും. അവിടെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. പരിശുദ്ധാത്മാവിനെ തരും. ഇപ്പോൾ ഉദാഹരണത്തിന് റോമ 5:5 എന്താ പറയണത്? നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ. പ്രൈസ് ദി ലോർഡ്. ഒന്നേറ്റ് പറഞ്ഞ്, നമ്മിൽ. റോമ 5:5 നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹമെന്തെന്ന് നമ്മൾ അറിയുന്നു. അപ്പോഴേ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടണത്? വിശ്വാസത്തിൻ്റെ കനബലം പോലെ നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും, അല്ലേ? എന്നിട്ട് ദൈവമാകുന്ന ആത്മാവിനോട് നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് സംഗമിക്കും. അതാണ് പൗലോസ് പറയണത്, കർത്താവുമായി യോജിക്കുന്നവൻ. എന്താ പറ്റുമോ അവന്? അവനോടുകൂടെ ഏകാത്മാവായി തീരും. അപ്പോഴെന്നാ സംഭവിക്കണത്? 1 കൊരിന്ത്യർ 2:16 സംഭവിക്കും. എന്താണ്? ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സിലുള്ളത് അറിയുന്നു. അപ്പോൾ ഈ അയാൻകുടി അന്നച്ചിച്ച് എന്താ? യേശുക്രിസ്തുവിൻ്റെ മനസ്സിൽ ഈ മകള്, ന്യൂസിലൻഡിലുള്ള മകള്, അവളുടെ ബ്രസ്റ്റിൻ്റെ ക്യാൻസറാണ്. അത് എന്താണ് എൻ്റെ പ്രതിവിധിയെന്ന് കർത്താവിൻ്റെ മനസ്സിലെ ഒരു കാര്യമുണ്ട്. അതാണ്, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതി ഉണ്ടെന്ന് പറയത്തില്ലേ? നമ്മളുടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ കൊണ്ടുപോകണം. ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം, അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പിന്നെ 1 തെസ്സലോനിക്കർ 5:19 എന്താ? പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. അപ്പോൾ ദുഃഖിപ്പിക്കുക എന്ന് വെച്ചാൽ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. നിർവീര്യമാക്കുക എന്ന് വെച്ചാൽ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ വളരെ ജാഗ്രതയോടെ ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കർത്താവുമായിട്ടുള്ള സംയോഗം, അതിലൂടെ ദൈവത്തിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഉടമ്പടി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കർത്താവുമായിട്ടുള്ള അടുപ്പം. ഇതുകൊണ്ടാണ് ഇവർ ഇത്രയും കട്ടൻ്റായിട്ട് പറയണത്. ഒരു കുഴപ്പമില്ല മോളെ, ഒരു കുഴപ്പമില്ല, നിന്നെ കാണാൻ ഒരാൾ വരും. അതെന്താണ്? അത് ഈശോയുടെ മനസ്സിലുള്ള സത്യമാണ്. ആ ഈശോയുടെ മനസ്സിലുള്ള സത്യം അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്.
എൻ്റെ മക്കളെ, ഈ ഒരു സാധ്യതയിലേക്ക് നമ്മൾ വളരണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴ് ഇതുപോലെയുള്ള ദൈവ മനസ്സിന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വലിയ ബോധ്യത്തിലേക്ക് എന്നെ വളർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചേച്ചി ഒരു കാര്യം കൂടി ചെയ്യും. അതായത് അന്ന തോമസ് ഒരു കാര്യം കൂടി ഇവർ ചെയ്യും. ഇവർ ചെയ്യേണ്ടത് ഉടമ്പടി തൈലം എടുത്തിട്ട് മകളുടെ ബ്രസ്റ്റാണെന്നും പറഞ്ഞ് സ്വന്തം ബ്രസ്റ്റിൽ കുരിശ് വരക്കും. അതാണ് വേറൊരു കാര്യം. ഇതെല്ലാം നിഗൂഢമായ രഹസ്യങ്ങളാണ്. ദൈവിക ആദ്യകാലം മുതൽ ഉള്ളതാണ്. ദൈവത്തോടിങ്ങനെ ആൾക്കാർ അടുക്കുന്ന അനുസരിച്ചാണ് രഹസ്യങ്ങൾ വെളിപ്പെടുന്നത്. അല്ലെങ്കിൽ ചുമ്മാ ABCD ക്രിസ്ത്യാനിയായിട്ട് നടന്ന് കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ്. കർത്താവ് നമ്മളോട് ഈ ലൂക്ക 5:5 പറഞ്ഞിട്ടില്ലേ, ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കാൻ. ആധ്യാത്മികതയിലെ ഒരു ആഴങ്ങളാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവരെന്താ ശ്രദ്ധിക്കേണ്ടത്, ഇവർ സ്വന്തം ബ്രസ്റ്റ് മാതാവിൻ്റെ മകളുടെ ബ്രസ്റ്റാണെന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം ബ്രസ്റ്റിൽ ക്യാൻസറുള്ള സ്ഥലത്ത് ഉടമ്പടി തൈലത്തിൽ കുരിശ് വരക്കും. കുരിശ് വരക്കുമ്പോൾ നമ്മൾ എന്താണ് എക്സാക്റ്റായിട്ട് നമ്മൾ ചെയ്യണത്? എന്താണ് കുരിശ് എന്ന് പറയുമ്പോൾ ആരാണ്? കർത്താവ്. അത് വരക്കുമ്പോൾ എന്താ ചെയ്യണത്? അതെല്ലാം വചനമാണ്. നമ്മൾ എന്തെല്ലാം ചെയ്താൽ നിങ്ങൾ ചെയ്യും, പക്ഷെ അത് എന്താണത്, എന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് അറിയത്തില്ല. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പം അവളുടെ സിസ്റ്റം മാഞ്ഞു പോയില്ലേ. മാതാവിളെ കൊണ്ട് വേറെ ലാബോറട്ടറി കാണിച്ചിട്ട് ആ മാമോഗ്രാം ഇല്ലാതെ അവളെ റിലീവ് ചെയ്ത് പോയിട്ടില്ലേ. പക്ഷെ അതൊക്കെ ഇവിടെ ഈ അമ്മ ചെയ്യണത് എന്താണ്? സ്വന്തം മകളുടെ ബെസ്റ്റാണെന്ന് വിചാരിച്ചിട്ട് സ്വന്തം ബെസ്റ്റ് കുരിശ് വരക്കും. അതവിടെ എന്താ സംഭവിക്കണത്? കുരിശ് വരക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിലല്ലേ കുരിശ് വരക്കണത്? കുരിശ് വരക്കണത് യേശുവിൻ്റെ നാമത്തിലാണ്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കുരിശ് വരക്കുമ്പോൾ അത് പ്രഖ്യാപനമായിട്ടാണ് വരണത്. അത് വർക്കൗട്ട് ചെയ്യേണ്ടത് പ്രഖ്യാപനമായിട്ടാണ്. എന്താണ് പ്രഖ്യാപനം? പ്രഖ്യാപനം എന്ന് പറയുന്നത് ക്യാൻസറല്ല കർത്താവ് എന്നുള്ളതാണ് പ്രഖ്യാപനം. പിന്നെ ആരാ കർത്താവ്? യേശുവാണ് കർത്താവ്. റോമ 9:10 വചനം. ഇപ്പം നമ്മുടെ കുരിശ് വരക്കുമ്പോൾ അതിനകത്ത് ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയണം. ഇപ്പം നമ്മൾ ഒരു പാരസിറ്റമോൾ കഴിച്ചു, നമ്മൾ സുഖപ്പെട്ടു, നമുക്ക് അതേ അറിയാൻ പാടുള്ളൂ. പക്ഷേ ഡോക്ടേഴ്സിന് അതിൻ്റെ മോളിക്യൂൾസ് അറിയാം. ഏത് മോളിക്യൂൾസാണ് ഇവിടെ പനിയെ മാറ്റണമെന്ന് അറിയാൻ പറ്റും. അതുപോലെ ടെക്നിക്കലായിട്ട് വചനം അറിയണം. ഇപ്പം ഇവർ അവരുടെ ബ്രസ്റ്റാണെന്ന് മകളുടെ ബ്രസ്റ്റാണെന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം ബ്രസ്റ്റിൽ കുരിശ് വരക്കുമ്പോൾ എന്താ പറയണത്? യേശുവാണ് കർത്താവ്, ക്യാൻസറല്ല കർത്താവ്. അതാ റോമ 10:9 യേശു കർത്താവാണെന്ന് അതിനം കൊണ്ടേറ്റ് പറയുക. പിന്നെ എന്താ അവർ പറയണത്? ഡോക്ടർമാർ പറഞ്ഞതല്ല വചനം, ദൈവത്തിൻ്റെതാണ് വചനം. കാര്യം നമ്മൾ സൃഷ്ടിക്കപ്പെട്ട ഡോക്ടർമാരുടെ വചനത്തിലൂടെ അല്ലല്ലോ, ദൈവവചനത്തിലൂടെയല്ലേ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലായിട്ടാണ് കാര്യം പോണത്. എന്താണ്? ഡോക്ടർമാരുടെ വചനത്തിലൂടെ അല്ല നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്, കർത്താവിൻ്റെ വചനത്തിലൂടെയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ആ യേശുവാണ് കർത്താവ്, ക്യാൻസറല്ല കർത്താവ് എന്ന് പറഞ്ഞാണ് ഈ അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് വെച്ചാൽ ഈ അയാങ്കുഴിയിലുള്ള ചേടത്തിയുടെ ബ്രസ്റ്റിൽ ഈശോയുടെ നാമത്തിൽ കുരിശ് വരക്കുമ്പോൾ ന്യൂസിലൻഡിലുള്ള മകൾ സുഖപ്പെടാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഈ അകലവിങ്ങനെ അടുപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? യേശു നാമത്തിൻ്റെ ഇപ്പം അതായത് പറയണത് എഫേസ്യൻസാണ്. ശ്രുതിക്കട്ടെ മക്കളെ, ശ്രുതിക്കട്ടെ. യേശുവെ സൗഖ്യം തരേണമേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഫെസ്യസ് 2:13 എന്താ പറയണം നമുക്ക് ശ്രദ്ധിക്കാം. എന്നാൽ എന്ന് പറഞ്ഞ് എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. അപ്പൊ എത്ര കിലോമീറ്റർ അകലെയുള്ള വിഷയമാണെങ്കിലും ശരി, യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ വിദൂരസ്ഥരെ സമീപസ്ഥരാക്കും. അതിനെന്താണ്? ന്യൂസിലാൻഡിലുള്ള മകളെ അയാങ്കുടി കൊണ്ടുവരും. എങ്ങനെ കൊണ്ടുവരും? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ. അതാണ് പറയുന്നത്. യേശുക്രിസ്തുവിൽ രക്തം വഴി വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ മരണം വഴി. ആ മരണത്തിലല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? മരണമല്ലേ നമ്മൾ പ്രഖ്യാപിക്കുന്നത്? അല്ലേ? നമ്മുടെ വിശ്വാസത്തെ മഹാരഹസ്യം എന്താണ്? കർത്താവ് എങ്ങനെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, പിന്നെന്ത് ചെയ്യുന്നു? ഉയർപ്പിൽ വിശ്വസിക്കുന്നു, പിന്നെന്ത് ചെയ്യുന്നു? വരവ് കാത്തിരിക്കുന്നു. അതാണ് സംഭവം. അപ്പം നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ അങ്ങനെയാണ്. എന്താണ്? യേശുവിൻ്റെ മരണം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. അപ്പോഴെന്ത് ചെയ്യും? വിദൂരസ്ഥരെ സമീപസ്ഥരാകും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലും എല്ലാ ദേശങ്ങളിലേക്കും ജില്ലകളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും അകന്നു പോയിരിക്കുന്ന എൻ്റെ കൂടപ്പിറപ്പുകളെ എൻ്റെ വീട്ടിൽ കൊണ്ടുവരുവാനും യേശുക്രിസ്തുവിലെ അവരുമായി സമീപസ്ഥമായ ആത്മബന്ധത്തിന്റെ അഭിഷേകം എനിക്ക് നൽകണമേ. പ്രാർത്ഥിക്കുമ്പോഴേ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ ഞങ്ങൾ യേശുക്രിസ്തുവിൽ അടുപ്പം അനുഭവിക്കുവാൻ സ്ഥലകാലങ്ങളെ ജീവിക്കുന്ന ദൈവ ചൈതന്യമേ, യേശുക്രിസ്തുവേ ഇറങ്ങി വസിക്കണമേ. വരേണമേ എന്നിൽ നിറയണമേ നാഥ, വരേണമേ എന്നിൽ നിറയണമേ. ഇതിപ്പോൾ സ്ഥലത്തിൻ്റെ ഒരു വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? സ്ഥലത്തിൻ്റെ വിഷയം. ഇനി ഇവരുടെ ജീവിതത്തിൽ വേറൊരു വിഷയമുണ്ട്. ഈ മകളുടെ കാര്യം, ഈ സൗഖ്യപ്പെട്ട മകളില്ലേ, ആ മകൾക്ക് അവിടുത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ട് PR-ന് 1 വർഷമെടുക്കും PR കിട്ടാൻ. ഈ PR ഉടമ്പടി കഴിയുമ്പോൾ 1 വർഷമെടുത്ത് പെർമനൻ്റ് റെസിഡൻസ് കിട്ടേണ്ട ആൾക്ക് 29 ദിവസം കൊണ്ട് പെർമനൻ്റ് റെസിഡൻസ് കിട്ടാം. അതായത് 1 വർഷമാണ് സാധാരണ എടുക്കുന്നത്, ചിലർ 2 വർഷം വരെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും സമയം എടുക്കുമ്പോൾ ഉടമ്പടി കഴിയുമ്പോൾ 29 ദിവസം, 1 മാസം പോലും എടുക്കുന്നില്ല, 29 ദിവസം കൊണ്ട് ഈ PR കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മളെന്താ പറഞ്ഞത്? സ്ഥലം, സ്വിറ്റ്സർലൻഡും അയാങ്കുടിയുള്ള സ്ഥലത്തിൻ്റെ ഒരു അകലമുണ്ട്. ആ അകലം ഇങ്ങനെ ഉടമ്പടി കുറക്കും. പിന്നെ എന്തു ചെയ്യും? സമയത്തിൻ്റെ ദൂരവും കുറക്കും. 1 വർഷം എന്നുള്ളത് വെറും 29 ദിവസമായിട്ട് കുറച്ചുകൊണ്ട് വരും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കുറക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഫോർമുല അങ്ങനെയാണ്. കനാല കല്യാണ വേദിയിൽ അമ്മ ഈശോ എന്താ പറയണത്? നിനക്ക് വേണ്ട എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ. അപ്പോൾ എന്താണ് അമ്മ പറയണത്? ആകാത്ത സമയം ആക്കിയെടുക്കാൻ അമ്മ എന്താ പറയണത്? അവൻ പറയണ പോലെ ചെയ്യാൻ, ഉടമ്പടി ചെയ്യാനാണ് പറയണത്. അത് ഉടമ്പടിയില്ല. അവൻ പറയണ പോലെ എന്താ ചെയ്യണത്? അവൻ പറയണ ഉടമ്പടി എന്താ അമ്മ ചെയ്യണത്? ഈശോ പറഞ്ഞ പോലെ ജീവിച്ചോളാമെന്ന് നമ്മൾ പറയുകയാണ്. അപ്പോഴെന്താ? ആകാത്ത സമയം ആകിയെടുക്കും. 1 കൊല്ലം PR-ന് വേണ്ടിയുള്ളത് 29 ദിവസമായിട്ട് കുറച്ചു കൊടുക്കും. അതെന്താ വെച്ചാൽ ഇതെല്ലാം എൻ്റെ ലോഞ്ചിങ് പാഡ്. ഇത് ലോഞ്ചിങ് പാടെന്ന് പറയുന്നത് ഈ ഗ്രേറ്റ് മദറാണ്, ഈ അന്ന തോമസ് എന്ന് പറഞ്ഞ ആളാണ്. ഇവരാണിത് മോഡുലേറ്റ് ചെയ്യണത് മുഴുവനും. അതായത് ഉടമ്പടി എടുക്കുന്നയാൾ പക്ക പെർഫെക്റ്റ് ആണെങ്കിൽ
ഈ വിഷയങ്ങളെല്ലാം ഇതുപോലെ സ്ഥലമില്ല, അവിടെ കാലമില്ല, എല്ലാത്തിനും എന്നെ കൺസൈസ് കൊണ്ടുവരും. ചില ആൾക്കാർക്ക് എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ സ്ഥിരതയില്ലാത്ത വിശ്വാസമാണ്. ഒക്കുമായിരിക്കും, ഒത്താ കൊള്ളാം, കിട്ടിയ ഊട്ടി പോയ ചട്ടി, ഇങ്ങനെ വാദപ്പന് വിശ്വാസക്കാരുണ്ട്. അവർക്കാണ് ഈ സാധനം ഇത് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം. എന്താ കാര്യത്തിൽ ഇതിന് വേണ്ടത് സാധാരണ വിശ്വാസം പോരാ. എന്ത് വേണം? ഗ്യാരൻറ്റീഡ് ഫെയ്ത്ത് വേണം. ഗ്യാരൻറ്റീഡ് ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഈ വിശ്വാസം, ഈ ഇപ്പോൾ മുക്കുപണ്ടവും സ്വർണവും തമ്മിൽ എന്താ വ്യത്യാസം? മുക്കുപണ്ടവും സ്വർണവും തമ്മിൽ എന്താ വ്യത്യാസം? ഉരച്ച് നോക്കുമ്പോൾ സ്വർണത്തിൻ്റെ മാറ്റ് ഒരിക്കലും കുറയത്തില്ല. അപ്പോൾ ഈ വിശ്വാസത്തിൽ തന്നെ മാറ്റ് കുറയാത്ത വിശ്വാസമുണ്ട്. അതായത് സ്ഥിരമായിട്ട് എല്ലാ സമയത്തും ഒരേ മൂല്യം, എല്ലാ സമയത്തും ഒരേ മൂല്യമാണ്. അതാണ് സ്ഥിരതയുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഈ സ്ഥിരതയുള്ള വിശ്വാസത്തിനാണ് ഇതുപോലെ പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ളത്. സ്ഥിരതയുള്ള വിശ്വാസം. സാധാരണ ലളിത വിശ്വാസമുണ്ട് ആൾക്കാർക്കൊക്കെ ഉള്ളത്. 80% ലളിതമായ വിശ്വാസമാണ്. ലളിതമായ വിശ്വാസം. ഇപ്പം മറ്റേ ആളെ കണ്ടില്ലേ, ആ 9:22 മർക്കോസിൻ്റെ സുവിശേഷം 9:22 അവസമാരോഗിയുടെ അപ്പൻ ഈശോയോട് പറയുന്നത് എന്താണ്? ഇത് എൻ്റെ മകൻ തീയിലും വെള്ളത്തിലും വീഴുകയാണ്, അപസ്മാരം ബാധിച്ച്. അപ്പോൾ ഞാൻ നിൻ്റെ ശിഷ്യന്മാരത് പിന്നെ കൊണ്ടുവന്നു, അവർക്ക് ഒന്നും കഴിഞ്ഞില്ല. നിനക്ക് എന്തെങ്കിലും കഴിയുമെങ്കിൽ എന്നോട് കരുണ തോന്നിക്കണം. അതാണ് ഈ ABCD വിശ്വാസം എന്ന് പറയുന്നത്. എന്താണ്? ലളിത വിശ്വാസം. അവിടെ എന്താ പറഞ്ഞ മർക്കോസ് 9:22 നിനക്ക് എന്തെങ്കിലും കഴിയുമെങ്കിൽ എൻ്റെ മകനെ സുഖപ്പെടുത്തണമേ. അപ്പോൾ അവിടെ കർത്താവിലുള്ള വിശ്വാസം അയാൾ അത്രയ്ക്ക് കട്ടനായിട്ട് പ്രഖ്യാപിക്കണില്ല. അതുകൊണ്ട് കർത്താവ് അത് റിമാർക്ക് ചെയ്ത് കർത്താവ് അയാളോട് ചോദിച്ചു, കഴിയുമെങ്കിലെന്നോ എന്നാണ്. കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവനെ എല്ലാം സാധിക്കും. അപ്പോഴാ മനുഷ്യൻ 9:24 മർക്കോസിൻ്റെ സുവിശേഷം 9:24 എന്താ പറയണത്? കർത്താവേ, അബദ്ധം പറ്റിയതാണ്, എനിക്കിങ്ങനെ ഒന്നും പരിചയമില്ല, അവിശ്വാസിയാണ്, ഇപ്പം എൻ്റെ അവിശ്വാസം പരിഹരിക്കണം. നീ പറയണ പോലെ ഞാനൊക്കെ അത്ര കൊണ്ട് വലിയ അവിശ്വാസിയൊന്നുമല്ല, അവിശ്വാസിയാണ്. അതാണ് 9:24 അയാൾ പട്ടാങ്കി പറയുന്നുണ്ട് കർത്താവേ, എൻ്റെ അവിശ്വാസം പരിഹരിക്കണം, എന്നെ രക്ഷിക്കണം. പക്ഷെ അത് അയാൾ ഒരു മാന്യതയോട് സംസാരിച്ചത് കൊണ്ട് രക്ഷപ്പെട്ട്. അപ്പോൾ ഈശോ പറഞ്ഞു, നീ പോയിക്കൊള്ളുക, നീ വിചാരിച്ചത് നിനക്ക് സംഭവിക്കുമെന്ന് പറയും. കാര്യം എന്താ? അയാളുടെ അവിശ്വാസം അയാൾ ഏറ്റുപറഞ്ഞു. ഈ വിശ്വാസം അല്പം പമ്മി നിൽക്കണമെങ്കിലും നിങ്ങളത് സത്യം മനസ്സിലാക്കി ഏറ്റുപറയുകയാണെങ്കിലേ, അല്ലാതെ നിങ്ങൾ ദൈവമായിട്ട് തർക്കുക, പിന്നെ വിശ്വാസം കൊണ്ടാണ് ജീവിക്കണത്, വിലയെടുത്തിട്ടല്ലേ ജീവിക്കണത്. ഇങ്ങനെ ചില കോമരങ്ങളുണ്ട് നാട്ടിൽ, വീട്ടിലുണ്ടാവും പിശാചുകൾ. അതായത് വിശ്വാസം കൊണ്ടാണ് ജീവിക്കണത്, മനുഷ്യൻ വിലയെടുത്തിട്ടല്ലേ ജീവിക്കണത് എന്ന് വിഡ്ഢിയാന്മാർ പറയും. അപ്പോഴേ എന്താ പ്രശ്നം വെച്ചാൽ അവനൊക്കെ ഈ ജന്മത്തിൽ ദൈവത്തിൻ്റെ ഒരനുഭവം ഉണ്ടാകത്തില്ല. എന്താ കാര്യം? ഇതൊക്കെ ഈശോ ഭയങ്കരമായിട്ട് വില കൊടുത്തിരിക്കുന്ന സംഭവമല്ലേ. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഒന്ന് കുറഞ്ഞ 6:20 നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അതാണ് വിഷയം. അതായത് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്.
അതുകൊണ്ട് അതിന് പേയ്മെൻറ്റ് നടത്താൻ കഴിയാത്ത ആൾക്കാരുമായിട്ട് വിശ്വാസത്തിന് ബന്ധങ്ങളില്ല, അവകാശങ്ങളില്ല, ഒന്നുമില്ല. ഈ ദൈവം സംസാരിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ വിശ്വാസം. ഇപ്പം നമ്മുടെ അപസ്മാര രോഗിയുടെ വിശ്വാസം കണ്ടില്ലേ, അപ്പൻ്റെ വിശ്വാസം കണ്ടില്ലേ? കർത്താവേ, എൻ്റെ അവിശ്വാസത്തെ നീ പരിഹരിക്കണം, എന്നോട് കരുണ തോന്നണം. അപ്പം കർത്താവ് അവൻ്റെ അവിശ്വാസത്തെ പരിഹരിച്ചു. ഇത് പക്ഷേ ഈ അവിശ്വാസത്തെ പരിഹരിച്ചെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതായത് ഈ അവിശ്വാസത്തെ പരിഹരിച്ചു, അതിനൊരു റേറ്റിംഗ് ഉണ്ട്. സാധാരണ ലെവലിലുള്ള വിശ്വാസമാണത്. പക്ഷേ ഹെവി ഡ്യൂട്ടി, ഇത്തിരി ഇമ്മിനി വലിയ കാര്യം ചെയ്യാൻ സാധാരണ വിശ്വാസത്തിന് പുള്ളിങ് ഉണ്ടാകത്തില്ല. കാര്യം എന്താണ്? ഇവന് ഇപ്പം വിശ്വാസമുണ്ട്. അവനിപ്പോൾ ഒരു അത്യാവശ്യം വന്നപ്പോൾ, മകന് അപസ്മാരം വന്നപ്പോൾ അവനൊരു അഭ്യാസം കർത്താവിനടുത്ത് കാണിച്ച്, കുറച്ച് അവിശ്വാസമൊക്കെ കാണിച്ച്, പിന്നെ വിശ്വാസമൊക്കെ കാണിച്ച് തൽക്കാലം കാര്യം കണ്ടുകൊണ്ട് പോയി. ഈ ആളെ പിന്നെ ഒരു കാലത്തും ദൈവം കാണത്തില്ല. കാര്യം എന്താണ്? ഇനി ഇയാളെ കാണണമെങ്കിൽ ഇയാൾക്ക് അടുത്ത മകന് അപസ്മാര രോഗം വരേണ്ടി വരും. അതാണ് വിഷയം. ഇതിനാണ് ബേസിക് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ബേസിക് ഫെയ്ത്തുകാരെ എപ്പോഴെങ്കിലും ഒരു ദൈവാനുഭവം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് കടിച്ചു തൂങ്ങി അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കണം. കാര്യം വെച്ചാൽ ദൈവത്തിന് ഇപ്പോഴൊരു മൂല്യമുണ്ട്, ആ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. പെർമനൻ്റ് കണക്ഷൻ ഇല്ല. ചില ആൾക്കാർക്ക് പണ്ട് കണക്ഷൻ, നാട്ടിൽ കല്യാണത്തിൽ കണക്ഷൻ ഇല്ലാഞ്ഞ ആൾക്കാരുണ്ടല്ലോ. കറണ്ട് ഇപ്പോൾ എല്ലാവർക്കും ആയതൊക്കെ ഒരു 10 കൊല്ലം ആയുള്ളൂ എല്ലാവർക്കും കറണ്ടായിട്ട്. പക്ഷേ കറണ്ടില്ലാത്ത വീടുകൾ ഒരു 10 കൊല്ലം മുമ്പ് വരെ ഉണ്ടായിരുന്നു. എൻ്റെ ഇടവകയിൽ ഞാനിരുന്നത് 2015. 2015 എൻ്റെ പള്ളിയുടെ നേരെ മുമ്പിലുള്ള വീട്ടുകാർക്ക് പ്രത്യേക സാഹചര്യത്തിൽ കണക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പം ജില്ലയിൽ എല്ലാവർക്കും കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് അവർക്ക് കണക്ഷൻ കൊടുത്തു. ഞങ്ങളത് മാസ് പെറ്റീഷൻ കൊടുത്തു KSBയിൽ. അപ്പം എൻ്റെ അർത്ഥം കഴിഞ്ഞ ഒരു 10 കൊല്ലം മുമ്പ് വരെ ഇലക്ട്രിക് കണക്ഷൻ ഇല്ലാത്ത വീടുകളുണ്ടാകുമായിരുന്നു. പക്ഷെ അവിടെ ഇവിടെയൊക്കെ കല്യാണം വരുമ്പോൾ എന്തു ചെയ്യും? അടുത്ത വീട്ടിൽ നിന്ന് താൽക്കാലിക കണക്ഷൻ എടുക്കും. അടുത്ത വീട്ടിൽ നിന്ന് കല്യാണത്തിന് വേണ്ടി ഒരു താൽക്കാലിക 3 ദിവസത്തേക്ക് ഒരു താൽക്കാലിക കണക്ഷൻ എടുക്കും. അടുത്ത വീട്ടിൽ നിന്ന് വേറെ വിളിച്ചൊക്കെയാണ് KSBയുടെ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ട് പട്ടാങ്ങിയൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പം ചില ആൾക്കാരുടെ വിശ്വാസം ഈ താൽക്കാലിക വിശ്വാസമാണ്. ദൈവം ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ദൈവം എന്താ പറയണത്? നിൻ്റെ വിശ്വാസം ഗ്യാരണ്ടീഡ് ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിരിക്കണം, പെർമനൻ്റ് ആയിരിക്കണം എന്ന് പറയും. പെർമനൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലം ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആയിരിക്കും. ചില 10 കൊല്ലം കഴിയുമ്പോൾ ഒരു ബന്ധം ഉണ്ടാകത്തില്ല. ചിലപ്പോൾ നിൻ്റെ പെറ്റ അമ്മയാണെന്ന് വിചാരിച്ചു, അമ്മയുമായിട്ടൊക്കെ ഭയങ്കര കമ്പനിയൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു കാലം കഴിയുമ്പോൾ നിന്നൊക്കെ റിലേഷൻ ചിലപ്പോൾ നാത്തൂനായിരിക്കും. അപ്പോൾ ഈ മനുഷ്യൻ്റെ റിലേഷൻസൊക്കെ തന്നെ പോലും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിക്കിടക്കും, സ്ഥിരത ഉണ്ടാകത്തില്ല. പക്ഷെ ദൈവത്തിന് ഇങ്ങനെ സ്ഥിരതയില്ലാത്ത റിലേഷൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ഒരു വിഷയം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഭൂമിയിൽ സ്വന്തം അമ്മയാണെന്ന് പറഞ്ഞാൽ പോലും ഒരു കാലം നമുക്കുണ്ടായിരുന്ന റിലേഷൻസ്, പിന്നെ നിന്നോ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും കാണുന്നില്ല, ഈ വഴിയൊക്കെ നീ ഓർക്കൊണ്ടാന്ന് നമ്മൾ അമ്മയെ കാണാൻ ചെല്ലുമ്പോൾ അവർ പറയുന്ന ഡയലോഗ് ഇതാണ്: നിന്നെ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും കാണുന്നില്ല, ഈ വഴിയൊക്കെ നീ മറന്നു പോയാ എന്ന് ഞാൻ ചിന്തിക്കരുതെന്നൊക്കെ പറയും. അപ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻസ് ബ്രേക്കഡായെന്ന് അർത്ഥം. സ്വന്തം അമ്മയാണേ, ഓർത്തേക്കണേ. അപ്പോൾ ഈ റിലേഷൻസ് ഇങ്ങനെ ഉണ്ടത് സ്ഥിരമല്ല. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ആ വഴി പോകും. അപ്പോൾ ഇതുപോലെ ഇപ്പം ദൈവം പക്ഷേ ഇങ്ങനെയുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണില്ല. വിശ്വാസി കൃത്യമായിട്ട് ഈ വിഷയം മനസ്സിലാക്കണം. നാട്ടിൽ കിടന്ന് കളിക്കണ കളി കർത്താവുമായിട്ട് കളിക്കുക ഏക്കത്തില്ല. ദൈവം എങ്ങനെയുള്ള വിശ്വാസമാണ് മെയിൻറ്റെയിൻ ചെയ്യണത്? യാക്കോബ് 1:3. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക്
അതിൽ സ്ഥിരത ലഭിക്കണമെന്ന് അറിയാമല്ലോ. യാക്കോബ് 1:3 എന്ന് പറഞ്ഞ് എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. അപ്പൊ 2 തരം വിശ്വാസമാണ് ഇവിടെ വരണത്. എന്താണ്? ഒന്ന് ലളിതമായ വിശ്വാസവും കുറച്ച് അവിശ്വാസമൊക്കെ ആയിട്ട് കൂടിയുന്ന വിശ്വാസം. ഇത് ഒക്കേഷണലാണ്, ടെമ്പററി കണക്ഷനാണിത്, പെർമനൻ്റ് അല്ല. പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരീക്ഷിക്കപ്പെട്ട വിശ്വാസമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? പട്ടുംപാടി സിഗരറ്റും വലിച്ച് നടക്കുന്ന വിശ്വാസമല്ല, പരീക്ഷിക്കപ്പെട്ട വിശ്വാസം. അതിലെന്താ സംഭവിക്കണം? പരീക്ഷിക്കപ്പെട്ട വിശ്വാസത്തിൽ എന്താ സംഭവിക്കണത്? ഇപ്പം തന്നെ കണ്ടില്ലേ, അവരുടെ വിശ്വാസം എന്താ? പരീക്ഷിച്ചു, ഒക്കെ കുടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ക്യാൻസറായി. അതെന്താണ്? അതോടുകൂടി അമ്മയും മകളുടെയും വിശ്വാസം പരീക്ഷിച്ചു ദൈവം. എന്തു പറ്റി? അതാണ് യാക്കോബ് 1:3 പറയണത്. വിശ്വാസം എന്ന് പറഞ്ഞേ, വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ നിന്റെ വിശ്വാസത്തെ ദൈവം പെർമനന്റ് ഫെയ്ത്ത് ആയിട്ട് അംഗീകരിച്ചു. അത് ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ. അത് PR പോലെ പെർമനന്റ് റെസിഡൻസാണ്. പെർമനന്റ് റെസിഡൻസ് ആയാൽ മാത്രമേ പിന്നെ ലോൺ കിട്ടത്തുള്ളൂ, ഇല്ലേ? പല പ്രശ്നങ്ങളാണ്. ഗവൺമെൻറ് എല്ലാ ഡീലീസിനും പെർമനൻസി ചോദിക്കും. വാടകക്കാരല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ വിശ്വാസത്തിൻ്റെ കാര്യവും. വിശ്വാസത്തിന് പെർമനൻസി, സ്ഥിരത ലഭിക്കണമെങ്കിലേ വെറുതെ ഇരുന്ന് സ്ഥിരത ഒന്നും ലഭിക്കത്തില്ല. നീ ജ്ഞാനസ്നാനം സ്വീകരിച്ചു, അല്ലെങ്കിൽ കുർബാനയ്ക്കുള്ളപ്പാട് സ്വീകരിച്ചു, നിൻ്റെ 4ാം ക്ലാസ്സിൽ വെച്ച് സ്വീകരിച്ചു. അതിനുശേഷം നീ ഇങ്ങനെ പള്ളിയിലൊക്കെ പോയി കുർബാനയൊക്കെ കൂടി അങ്ങനെയൊക്കെ നടക്കുകയാണ്. പക്ഷേ ഈ വിശ്വാസത്തിന് വേണ്ടി അവിടെ വർക്ക് ചെയ്തിട്ടില്ല, ഒന്നും വർക്കും നടത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ അർത്ഥം കുർബാനയ്ക്കുള്ളപ്പാടം ഉണ്ടായിരുന്ന വിശ്വാസം തന്നെ ഇപ്പോഴും ഉള്ളത്. പക്ഷെ ഇതിന് മൂല്യം കുറവാണ്. അതാണ് വിഷയം. മൂല്യം കുറവാണ്. ചെമ്പ് ചേർന്ന സ്വർണത്തിന് വില കുറവല്ലേ? ഇപ്പം 24 ക്യാരറ്റ് എന്ന് പറയുമ്പോൾ തങ്കമാണത്. എന്നാലും ഒരു 18 ക്യാരറ്റൊക്കെ വേണം സ്വർണമെന്ന് പറയണമെങ്കിൽ. 17 ചെമ്പൊക്കെ കൂടുന്നതനുസരിച്ച് 17, 16 ഒക്കെ ആവും, താഴേക്ക് പോകും. പിന്നെ ചെമ്പ് കൂടുന്നതനുസരിച്ചുകൊണ്ട് ക്യാരറ്റ് മൂല്യം കുറയും, ചിലപ്പോൾ എടുക്കത്തുമില്ല. അപ്പോൾ ഈ വിശ്വാസത്തിനകത്ത് ഇതുപോലെ ചെമ്പും സ്വർണമൊക്കെ ഉണ്ട്. എപ്പോഴാണെന്ന് വെച്ചാൽ ഇത് പരീക്ഷണങ്ങളെ അതിജീവിക്കണം. അതാണ് പത്രോസ് പറയണത്. 1 പത്രോസ് 1:7. 1 പത്രോസ് 1:7. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അവിടെയാണ് പ്രശ്നം. വിലയേറിയെന്നാ പറയണത്, വിലയേറിയതായിരിക്കും എന്നാ പറയണത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ അഗ്നിശോധനയെ അതിജീവിച്ച സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിച്ച നിങ്ങളുടെ വിശ്വാസം. അതായത് പരീക്ഷകളെ അതിജീവിച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാകത്തില്ല, തീർന്ന പരിപാടി. പരീക്ഷകളെ അതിജീവിച്ച് കഴിഞ്ഞാലേ ചില ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാകത്തില്ല. എന്താണ്? അതിജീവിക്കാനൊന്നും ഉണ്ടാകത്തില്ല. എല്ലാം കഴിഞ്ഞ് കടലാസ് പോലെ. ഈ ടെർമോക്കോളൊക്കെ കത്തിച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഒന്നും ഉണ്ടാകത്തില്ല ബാക്കി. ചില ആൾക്കാരുടെ ഫെയ്ത്ത് ടെർമോക്കോൾ ഫെയ്ത്താണ്. കത്തിച്ച് ഒരു പരീക്ഷണത്തിലൂടെ കടന്നു പോയാൽ, ഇപ്പം ഈ മാമോഗ്രാഫിൻ്റെ കേസിൽ അതാണ് പരീക്ഷണം. ആ മാമോഗ്രാഫിൻ്റെ വിഷയം വേറെ ആർക്കെങ്കിലാണ് വന്നിരുന്നെങ്കിൽ അതിനാലേ അവർ ടെൻഷൻ അടിച്ച് ചത്തുപോയനും. കാര്യം എന്താണ്? പ്രാർത്ഥിക്കത്തില്ല. ഒന്ന് വന്ന് എന്തെങ്കിലും ഒരു വിഷയം വന്ന് നോക്ക്. എല്ലാവരും ചോദിക്കണേ, ദൈവമേ 24 മണിക്കൂറും ദൈവം എന്ന് പറഞ്ഞ് എനിക്കാണല്ലോ കോവിഡ് വന്നതെന്ന് പറയും.
അപ്പോൾ പള്ളിയിലെ വട്ടക്കാരനും ഇല്ല ദുഃഖമില്ലാഴ്ച പള്ളിയിൽ പോകാത്ത അവനൊക്കെ ആരോഗ്യമായിട്ട് നടക്കണം എന്ന് പറയും. അതോടുകൂടി നിൻ്റെ പരിപാടി തീരുമാനം. എന്താ കാര്യം? ഈ വായിരിക്കുന്ന നാക്ക് കൊണ്ടാണ് പലരും പണി മേടിക്കുന്നത്. കാര്യം എന്താണ്? ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് ആദരം സംസാരിക്കണമെന്ന് കർത്താവിന് അറിയാമല്ലോ. കർത്താവ് പറഞ്ഞ വാക്കല്ലേ അത്? ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, യേശു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവ് വലിയ പ്രബോധനങ്ങൾ നൽകുന്നതിനുണ്ട് സൂക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. കർത്താവേ സ്തുതിക്കുന്നു. കർത്താവേ കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവിന്റെ കൃപയൊഴുകട്ടെ. കർത്താവേ ഉടമ്പടി പ്രാർത്ഥിക്കുന്ന മക്കള് ഇപ്പോൾ തത്സമയം നിയോഗം അർപ്പിക്കുന്നപ്പോൾ കർത്താവ് കൃപ ചൊരിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന.